പ്രിയമേടം രാശിക്കാരെ, ചന്ദ്രൻ കർക്കടക രാശിയിൽ ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ശോഭനമായ ദിവസമാണ് മുന്നിലുള്ളത്. നിങ്ങൾ നല്ല മാനസികാവസ്ഥയിലായിരിക്കാം. കൂടാതെ ചില മികച്ച ചിന്തകൾ നടത്താൻ ഈ ദിവസം ഉപയോഗിക്കാം. നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വിന്യസിച്ചിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന എന്തിനും നല്ല ഫലങ്ങൾ ലഭിക്കും. മറുവശത്ത് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും ഏതെങ്കിലും തർക്കങ്ങൾ പരിഹരിക്കാനും ഇത് ഒരു മികച്ച സമയമാണ്. താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്പം കൂടി ഐക്യം കൊണ്ടുവരാൻ ശുപാർശ ചെയ്യുന്നു. മികച്ച പ്രകടനത്തിനായി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകുന്നേരം 5 മണിവരെ ചെയ്യണം. ഈ ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഭാഗ്യനിറം കറുപ്പാണ്. ഈ വർഷം ശനിയുടെ ശക്തമായ സാന്നിധ്യം നെഗറ്റിവിറ്റിയും മറഞ്ഞിരിക്കുന്ന വെല്ലുവിളികളും അകറ്റി നിർത്താൻ ചിലത് ധരിക്കാൻ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയ ഇടവം രാശിക്കാരെ, ഇന്ന് നിങ്ങൾക്ക് ആത്മപരിശോധന നടത്താനും നിങ്ങളുടെ പ്രധാന വിശ്വാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കുറച്ച് സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ചന്ദ്രൻ കർക്കടക രാശിയിൽ ഉള്ളതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ താൽപ്പര്യങ്ങൾ പിന്തുടരുക, കാരണം അവ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും നൽകും. ഒരു ആരാധനാലയം സന്ദർശിച്ചതിന് ശേഷമോ ചാരിറ്റിക്ക് കുറച്ച് തുക സംഭാവന ചെയ്തതിനു ശേഷമോ നിങ്ങൾക്ക് ആന്തരിക സംതൃപ്തി അനുഭവപ്പെടുമെന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രവചിക്കുന്നു. ഇന്ന് നല്ല വളർച്ചയും ഭാഗ്യവും ആകർഷിക്കാൻ മഞ്ഞ നിറം ധരിക്കുക. ദിവസത്തിലെ ഏറ്റവും ഭാഗ്യകരമായ സമയം ഉച്ചയ്ക്ക് 12:30-ക്കും 2 മണിക്കും ഇടയിലാണ്. അതിനാൽ മികച്ച ഫലങ്ങൾ നേടുന്നതിന് അതനുസരിച്ച് ആസൂത്രണം ചെയ്യുക. ഈ വർഷം രാഹുവിന്റെ ശക്തമായ സ്വാധീനം കണക്കിലെടുത്ത് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ രോഗശാന്തിക്കും വൈകാരിക സ്ഥിരതയ്ക്കും ഒരു വിശ്രമിക്കുന്ന ഇടവേള എടുക്കാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. പ്രിയ മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ ധനുരാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മികച്ച അവസരമായി ഈ ദിവസത്തെ നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് ഒരു മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. നിങ്ങളുടെ തൊഴിൽപരമായ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ തന്ത്രം ആസൂത്രണം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. കൂടാതെ മികച്ച ഫലങ്ങൾ നേടുന്നതിന് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം നിങ്ങളുടെ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ അനുയോജ്യമാണ്. ഇന്നത്തെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഊർജവുമായി പൊരുത്തപ്പെടാൻ പച്ച നിറം നിങ്ങൾക്ക് അനുയോജ്യമാണ്. 2026-ൽ വ്യാഴം നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിനാൽ സമൃദ്ധമായ വളർച്ച സാധ്യമാണ്. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനിക്കുക. പ്രിയ കർക്കടകം രാശിക്കാരെ, കർക്കടകത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം മുന്നോട്ട് ഒരു വെല്ലുവിളി നിറഞ്ഞ ദിവസത്തെ സൂചിപ്പിക്കുന്നു. നിങ്ങളിൽ ചിലർക്ക് മനസ്സിലുള്ള പല കാര്യങ്ങളെയും അഭിസംബോധന ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നിയേക്കാം. ഈ കാര്യങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നടക്കാതിരിക്കാം. ഇതുകാരണം നിങ്ങളുടെ ഊർജം എല്ലാ ദിശകളിലേക്കും വലിച്ചെടുക്കപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. മികച്ച ഫലങ്ങൾക്കായി ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഉപദേശിക്കുന്നു. എല്ലാം ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ അമിതഭാരത്തിലാക്കാനും തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനും ഇടയാക്കും. വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുക. ഇന്ന് തവിട്ടുനിറം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ഈ വർഷം വ്യാഴം സ്വയം വളർച്ചയെ വർദ്ധിപ്പിക്കുന്നതിനാൽ താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ചില പ്രത്യേക പ്രതിവിധികൾ ഹൃദയത്തെ മൃദുവാക്കാനും ആന്തരിക ആശയക്കുഴപ്പം നീക്കാനും സഹായിക്കുമെന്ന് നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: പഴയ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കുക. പ്രിയ ചിങ്ങം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടകം രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ അസ്വസ്ഥരും അജ്ഞാത പ്രദേശങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ആകാംക്ഷയുള്ളവരുമായിരിക്കും. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം ഒത്തുചേരൽ ആസൂത്രണം ചെയ്യാൻ നല്ല സമയമാണ്. ഈ സന്തോഷകരമായ സമയം ആസ്വദിക്കുക. കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്വയമേവയുള്ള കാര്യങ്ങൾ നിങ്ങളെ നയിക്കാൻ അനുവദിക്കുക എന്ന് താരാസിത്താര
പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കാണാനുള്ള അപൂർവ അവസരമാണിത്. അതിനാൽ ഇത് ആസ്വദിക്കുകയും ഒരുമിച്ച് ആസ്വദിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. ഇന്നത്തെ നിങ്ങളുടെ ഭാഗ്യനിറം വയലറ്റ് ആണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഉയർന്ന ഊർജ്ജനില കൈവരിക്കാൻ സഹായിക്കും. അതിനാൽ അതനുസരിച്ച് നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യുക. ഈ വർഷം രാഹു അനിശ്ചിതത്വം കൊണ്ടുവന്നേക്കാം. പ്രതിവിധി: ഒരു പുസ്തകം വായിക്കുക. പ്രിയ കന്നിരാശിക്കാരെ, ഇന്ന് ധനുരാശിയിലെ ചന്ദ്രന്റെ സ്വാധീനം നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തിടെ മാറ്റങ്ങൾ വരുത്തിയ കാരണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ ഇന്ന് ശ്രമിക്കും. ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സമയത്തിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ സമയം ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ഒഴിവു സമയം സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിക്കാം. ഇത് തീർച്ചയായും നിങ്ങളെ നല്ല രീതിയിൽ ഊർജ്ജസ്വലരാക്കും. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആത്മപരിശോധന നടത്താനും മെച്ചപ്പെടുത്താനും ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഇന്ന് നിങ്ങൾക്ക് വയലറ്റ് നിറത്തിലുള്ള എന്തും ധരിക്കാൻ തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജോലികൾ ഉച്ചയ്ക്ക് 2:30 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ക്രമീകരിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഏറ്റവും ശുഭകരമായ സമയമാണ്. ശനിപ്രേരിത വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രതിവിധി: ഒരു പുതിയ ഹോബി പരീക്ഷിക്കുക. പ്രിയ തുലാം രാശിക്കാരെ, ഇന്ന് നിങ്ങൾ സ്വയം പര്യാപ്തരായിരിക്കും. നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുത്തു എന്ന വസ്തുതയുടെ മഹത്വത്തിൽ ആനന്ദിക്കും. കർക്കടക രാശിയിലെ ചന്ദ്രൻ കാരണം നിങ്ങളുടെ തീരുമാനങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുകയും വിലമതിക്കുകയും ചെയ്യും. നിങ്ങളുടെ സഹജാവബോധത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളിലും പ്രവർത്തനങ്ങളിലും ധൈര്യശാലിയായിരിക്കുക. കാരണം അവ നിങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളിൽ എത്താൻ സഹായിക്കും. ഇന്ന് അല്പം ഭാഗ്യം നിങ്ങളെ ദൂരേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ നിയന്ത്രിക്കുക. നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ മുതിർന്നവരുമായി പങ്കുവയ്ക്കുക എന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. പോസിറ്റിവിറ്റി ആകർഷിക്കാൻ ചാരനിറം ധരിക്കുക. രാവിലെ 10 മണി മുതൽ രാവിലെ 11:30 വരെ ഉള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായി കണക്കാക്കപ്പെടുന്നു. ശനിയുടെ പ്രബലവും ശക്തവുമായ സ്വാധീനം സന്തുലിതമാക്കാൻ പ്രതിവിധിയായി പതിവായി വ്യായാമം ചെയ്യുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ചന്ദ്രൻ കർക്കടക രാശിയിലേക്ക് നീങ്ങുന്നതിനാൽ നിങ്ങളുടെ മനോഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരും. ഇന്ന് നിങ്ങളുടെ യുക്തിപരമായ വശം മെച്ചപ്പെടും. ഒരു സാഹചര്യം പോസിറ്റിവിറ്റി കൊണ്ടുവന്നേക്കാം. അതിന്റെ ഫലമായി കാര്യങ്ങളെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ നിന്ന് കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കാം. അത് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായിക്കുമെന്ന് താരാസിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. വയലറ്റ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരും. ഇന്ന് വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷം ശനി നിങ്ങളുടെ വൈകാരിക വളർച്ചയെ രൂപപ്പെടുത്തുന്നതിനാൽ എന്തെങ്കിലും ധരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നത് ശാന്തമായ ധാരണ നൽകും. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയ ധനുരാശിക്കാരെ, കർക്കടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങൾ സഹപ്രവർത്തകരുടെ പ്രശംസയിൽ ആനന്ദിക്കും. നിങ്ങളുടെ സഹപ്രവർത്തകർ നിങ്ങളുടെ മുന്നിലും പിന്നിലും നിങ്ങളെ പ്രശംസിക്കുന്നു. ഈ ഗ്രഹമാറ്റം നിങ്ങളെ സാമാന്യബുദ്ധിയോടും ലോകജ്ഞാനത്തോടും ചായ്വുള്ളവരാക്കുന്നു. നിങ്ങളെ ബഹുമാനിക്കുകയും ഉപദേശത്തിനായി സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. തൊഴിൽപരമായി നിങ്ങളുടെ തൊഴിലുടമകളുടെ നല്ല പുസ്തകങ്ങളിൽ ഇടം നേടാൻ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുക. ഇന്ന് പോസിറ്റിവിറ്റിയുടെ പ്രയോജനങ്ങൾ നേടുന്നതിനായി ഓറഞ്ച് നിറത്തിലുള്ള എന്തെങ്കിലും ധരിക്കുക. വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഉച്ചയ്ക്ക് 1 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി 15 മിനിറ്റ് വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. 2026-ൽ വ്യാഴം ഭാഗ്യം ശക്തിപ്പെടുത്തുന്നതിനാൽ സ്ഥിരമായ വളർച്ചയ്ക്കായി ഒരു വസ്തു ധരിക അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വെക്കുക. പ്രതിവിധി: നന്ദി പരിശീലിക്കുക. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇന്ന് അല്പം ക്ഷീണം തോന്നിയേക്കാം.
വിശ്രമിക്കുക, വിഷമിക്കേണ്ട. ഇത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നിങ്ങൾ വഹിച്ച അധിക ജോലിഭാരത്തിന്റെ ഫലമായിരിക്കാം. നിങ്ങളുടെ ദേഷ്യം കുറയ്ക്കാനും ശാന്തമായിരിക്കാനും പരമാവധി ശ്രമിക്കുക, കാരണം അത് ഒരിക്കലും നല്ല രീതിയിൽ അവസാനിക്കില്ല. നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ശാന്തമായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ പ്രകോപിപ്പിച്ചാലും നിങ്ങളുടെ പ്രതികരണത്തിൽ ശാന്തവും വിവേകപൂർണവുമായിരിക്കുക. ഇന്ന് നല്ല ഊർജത്തിനായി മഞ്ഞ നിറം ധരിക്കുക. ഉച്ചയ്ക്ക് 3 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമായിരിക്കും. ഈ വർഷം രാഹു അസ്ഥിരമായ ഊർജം കൊണ്ടുവരുന്നതിനാൽ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ ചില സഹായങ്ങൾ ലഭിച്ചേക്കാം. താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ അനുസരിച്ച് പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയ കുംഭം രാശിക്കാരെ, ചന്ദ്രൻ കർക്കടകം രാശിയിൽ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിക്കേണ്ട ദിവസമാണ്. കാരണം അവർ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും ആനന്ദവും നൽകും. നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഒപ്പം ഒരു ചെറിയ വിനോദയാത്രയ്ക്ക് പോകാൻ ഇത് അനുയോജ്യമായ ദിവസമാണ്. തിരക്കുകളിൽ നിന്ന് മാറി ഒരു ചെറിയ യാത്ര നിങ്ങൾക്കെല്ലാവർക്കും നല്ലതാണ്. അത് നിങ്ങളെ ഊർജ്ജസ്വലരാക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സഹായിക്കും എന്ന് താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പറയുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സമ്മർദ്ദം എടുക്കരുത്. ഇന്ന് നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കാനും കൂടുതൽ നല്ല ഓർമ്മകൾ ഉണ്ടാക്കാനും സമയം കണ്ടെത്തുക. ദിവസത്തിലെ നിങ്ങളുടെ ഭാഗ്യസമയം വൈകുന്നേരം 3:45 മണി മുതൽ വൈകുന്നേരം 4:45 മണി വരെയാണ്. വെള്ള നിങ്ങളുടെ ഭാഗ്യനിറമാണ്. ഈ വർഷം ശനി പ്രധാന വിഷയങ്ങളെ നയിക്കുന്നതിനാൽ സ്ഥിരമായ പുരോഗതിക്കായി താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയ മീനം രാശിക്കാരെ, കർക്കടക രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വളരെ നല്ല ചിന്തയോടെയാണ്. ഇത് നിങ്ങളുടെ ബിസിനസ്, വ്യക്തിഗത ജീവിതം എന്നിവയിൽ ഒരുപോലെ സത്യമാണ്. എന്തായാലും ഭാവിയെക്കുറിച്ച് നിങ്ങൾ പൊതുവെ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കും. നിങ്ങളുടെ ഉത്സാഹം പകർച്ചവ്യാധി പോലെയാണ്. ഈ അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ സമാനമായ ആവേശത്തിന്റെ വികാരങ്ങൾ വളർത്താൻ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം ഉപയോഗിക്കാം എന്ന് ഓർമ്മിക്കുക. ഇന്ന് വിജയം നേടുന്നതിന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. പച്ചനിറമാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യനിറം. ഈ വർഷം ശനിയുടെ സ്വാധീനമുള്ള ഊർജത്തെ സന്തുലിതമാക്കാൻ താരാ സിത്താര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യാൻ നിർദ്ദേശിക്കുന്നു.